നമസ്കാരം. KUWJ ഡൽഹി ഘടകത്തിലെ അഴിമതി വെളിച്ചത്താക്കി മാധ്യമപ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സർക്കാർ ഫണ്ട് വെട്ടിപ്പിന്റെ കണക്കുകൾ സഹിതമാണ് മാധ്യമം ഡൽഹി ബ്യൂറോ ചീഫ് സുരേഷ് കുമാർ AS ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു വികസന പദ്ധതി വഴിയാണ് KUWJ ഫണ്ട് എത്തിച്ചത്. ഫണ്ട് വന്നതോടെ പദ്ധതി കായലിലായി. പണം ഡൽഹി അധികൃതർ ദൂർത്തടിച്ചു. പാൻ കാർഡ് ഹാജരാക്കാതിരുന്നതിനാൽ 3.25 ലക്ഷം രൂപ ടാക്സായി നൽകേണ്ടി വന്നു. ഡൽഹി ഘടകം പാൻ കാർഡ് നൽകാത്തതിനാൽ 30 ലക്ഷത്തോളം വരുന്ന ബാങ്ക് ബാലൻസ് പിൻവലിക്കുന്ന ഘട്ടത്തിൽ ഭീമമായ പലിശയ്ക്ക് ബാങ്ക് ഈടാക്കാൻ പോകുന്ന 20% TDS തുക കൂടി ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ നിലവിലെ ഭാരവാഹികൾ ബാധ്യസ്ഥമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം നടന്ന ഒരു സർക്കാർ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് FB കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: KUWJ ഡൽഹി ഘടകത്തിന് സ്വന്തമായി വിലാസമില്ല. ലെറ്റർ ഹെഡിൽ തന്നെ പല മേൽവിലാസങ്ങളാണ്. അതെല്ലാം വച്ചാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയത്. അതിലേക്ക് സർക്കാർ ഫണ്ട് എത്തിക്കാനാണ് തട്ടിക്കൂട്ടി വികസന പദ്ധതി ഉണ്ടാക്കിയത്. ഫണ്ട് എത്തിയതോടെ പദ്ധതി കടലാസിൽ നിന്ന് കായലിലായി. കിട്ടിയ തുക മുഴുവൻ പലതായി മുറിച്ച് സ്ഥിര നിക്ഷേപമിട്ടു. പലിശ തോന്നിയ പോലെ ചിലവഴിച്ചു. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിലൂടെ ഈ കോക്കസ് കമ്പനിയല്ലാതെ മറ്റാരും ഭാരവാഹിയാകാതിരിക്കാൻ ഗൂഢതന്ത്രങ്ങളും മെനഞ്ഞു. അംഗങ്ങളുടെ എണ്ണം 3 അക്കം പോലുമില്ലാത്ത ഒരു യൂണിയന്റെ തെരഞ്ഞെടുപ്പിൽ പങ്കായം കൈവിട്ടു പോകാതിരിക്കാൻ ഒരു മുൻ പ്രസിഡന്റും കളികളുടെ സൂത്രധാരനും വിമാനം പിടിച്ച് ഡൽഹിയിൽ വന്ന് അന്നു തന്നെ തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തകരുടെ അവകാശ സംരക്ഷണത്തിലുള്ള അവരുടെ പ്രതിബദ്ധതയല്ലാതെ മറ്റെന്താണ്? സുരേഷ് കുമാർ പരിഹസിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം നടന്ന സർക്കാർ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്ന് തലക്കെട്ടിൽ ഇങ്ങനെ കുറിക്കുന്നു: മാധ്യമപ്രവർത്തകരുടെ അതിബുദ്ധിക്കോ വിവരക്കേടിനോ 3 ലക്ഷത്തിൽ പരം രൂപ നികുതിയും കൊടുക്കേണ്ടി വന്നു എന്നാണ് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഒരു സാമ്പത്തിക വർഷം സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് ലഭിച്ച പലിശയുടെ 10% TDS ഇനത്തിൽ ഈടാക്കേണ്ടതെന്നിരിക്കെ പാൻ കാർഡ് വിവരങ്ങൾ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് പലിശയുടെ 20% തുകയാണ് ഓരോ തവണയും ഈടാക്കിയിരിക്കുന്നത്. ഇതു സംബന്ധിച്ച അന്വേഷണക്കുറിപ്പിന് മറുപടിയായി ലഭ്യമാക്കിയ വിവരങ്ങൾ പ്രകാരം KUWJ ന്യൂഡൽഹി ഘടകത്തിന് പാൻ കാർഡ് ഇല്ലെന്നും ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിച്ചിട്ടില്ലെന്നും റീഫണ്ട് ഇനത്തിൽ തുകയൊന്നും കിട്ടിയിട്ടില്ലെന്നുമാണ് മറുപടി. KUWJ ന്യൂഡൽഹി ഘടകം നാളിതുവരെയായി പാൻ കാർഡ് കിട്ടാൻ നടപടി സ്വീകരിച്ചതായി കാണുന്നില്ല. സർക്കാർ ധനസഹായം ഭരണാനുമതിയിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സ്ഥിര നിക്ഷേപമാക്കിയത് വഴി ലഭിച്ച പലിശ സർക്കാരിന് അവകാശപ്പെട്ടതാണ്. പാൻ കാർഡ് കൊടുക്കാതെയും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാതെയും പലിശ ഇനത്തിൽ ലഭ്യമായ തുകയിൽ നിന്നും TDS ഇനത്തിൽ ഓരോ തവണയും തുക ഈടാക്കിയത് വഴി സ്ഥിര നിക്ഷേപ പലിശ ഇനത്തിൽ സർക്കാരിലേക്ക് തിരികെ ഈടാക്കുന്ന തുകയിൽ 3.25 ലക്ഷം രൂപയുടെ കുറവ് ഉണ്ടാവുന്നതാണ്. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാതെ ഈ ഇനത്തിൽ സാമ്പത്തിക ബാധ്യതയുണ്ടായത് ബന്ധപ്പെട്ട കാലയളവിൽ KUWJ ന്യൂഡൽഹി ഘടകത്തിന്റെ ഭാരവാഹികളുടെ വീഴ്ച മൂലമാണ്. വിവിധ ആവശ്യങ്ങൾക്കായി പിൻവലിച്ച തുക നാളിതുവരെയായി പ്രസ്തുത ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാതെയും ബാങ്കിൽ തിരികെ ഒടുക്കാതെയും കൈവശം സൂക്ഷിച്ചിരിക്കുന്നത് KUWJ ഭരണഘടനയുടെ ഖണ്ഡിക 44B വിരുദ്ധമാണ്. 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന കാഷ് ബാലൻസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ് വ്യവസ്ഥ. കാട്ടിലെ തടി തേവരുടെ ആന. യൂണിയൻ അംഗങ്ങൾ മിക്കവരും ഇത് വല്ലതും അറിഞ്ഞോ? FB കുറിപ്പിൽ സുരേഷ് കുമാർ ചോദിക്കുന്നു.